വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും ജെപിസിയിലെ നിലപാട് തുടരുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പാർലമെന്റിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലാണ് തീരുമാനം. Basically, on the beginning itself, when the bill was introduced in the Lok Sabha, that point of time itself, India Alliance Party have a clear-cut stand on this thing. This bill is a targeted legislation. This bill is actually anti-constitutional also. That's why we are going to oppose this bill. We oppose it in the introduction stage. We oppose it in the JPC. Tomorrow also we oppose the anti-constitutional provisions of this bill definitely. വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ സിപിഎം പങ്കെടുക്കും. ബില്ലിനെതിരെ എതിർത്ത് വോട്ട് ചെയ്യണമെന്നും സിപിഎം എംപിമാർക്ക് നേതൃത്വം നിർദ്ദേശം നൽകി. നേരത്തെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനായി സിപിഎം എംപിമാർ സ്പീക്കർക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത ശേഷം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്താൽ മതിയെന്ന് നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു. എം.ജി. മിഥുൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, എന്തായാലും കെ.സി.ബി.സിയുടെ അടക്കം എതിർപ്പ് സമ്മർദ്ദം വകവയ്ക്കാതെ എന്തായാലും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ തീരുമാനിച്ചു ഇന്ത്യ സഖ്യം, അല്ലെ? ഭവ്യ, തീർച്ചയായും. അതായത് ഈ വഖഫ് ഭേദഗതി ബില്ലിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെ തുറന്നു മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 8 മണിയോടുകൂടിയാണ് പാർലമെന്റിൽ 36 പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്ത് അതിലൊറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഘടകത്തിൽ നിന്ന് ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട്. കെ.സി.ബി.സി ഇന്ന് ഈ ബില്ലിനെ പിന്തുണച്ച് എംപിമാർ വോട്ട് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അക്കാര്യങ്ങൾ, ആ വിഷയങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള യോഗം നാളെ രാവിലെ 9:00 ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധി അധ്യക്ഷനായ ആ യോഗത്തിൽ കേരളത്തിലെ എംപിമാർ ആ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കേരള കോൺഗ്രസും ഇതിനെതിരെ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യ മുന്നണി ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തതുകൊണ്ട് തന്നെ കെ.സി.ബി.സിയുടെ ആ ഒരു നടപടി അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെ വഖഫ് ബില്ലിനെതിരായി തന്നെ മുന്നോട്ട് പോകാൻ വോട്ട് ചെയ്യാൻ ഇപ്പോൾ മുന്നണി തീരുമാനിക്കുക എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, ലോക്സഭയിലേക്ക് വരുമ്പോൾ 543 സീറ്റുകളിൽ 293 സീറ്റുകളിലും ഭരണപക്ഷത്തിന് മേൽക്കെയുണ്ട്. 250 സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ലോക്സഭയിൽ ഈ നിയമം പാസ്സാക്കാൻ ഭരണപക്ഷത്തിന് സാധിക്കും. അതേസമയം രാജ്യസഭയിലേക്ക് വരുമ്പോൾ 125 പേരുടെ പിന്തുണ ഭരണപക്ഷത്തിനുണ്ട്. 118 പേരുടെ പിന്തുണ മാത്രമാണ് പ്രതിപക്ഷ നിരയിലുള്ളത്. അതിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ബില്ല് പാസ്സാകാതിരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നത് ഈ JDU-ന്റെയും ഒപ്പം TDP-യുടെയും ആ ഒരു നിലപാട് തന്നെയാണ്. അവർ ഇതുവരെയും ഇക്കാര്യത്തിലൊരു പരസ്യമായ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ നയമോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് അല്പസമയത്തിന് മുമ്പ് ഈ നാളെ പാർലമെന്റിൽ എല്ലാ എംപിമാരും ഹാജരാകണമെന്നുള്ള വിപ്പ് JDU-യും ഒപ്പം തന്നെ TDP-യും നൽകിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഭരണപക്ഷത്തിന് അനുകൂലമായി തന്നെ വരാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാജ്യസഭയിൽ എംപിമാർ മലക്കം മറിയുമോ എന്നുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് നിലവിലുള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ബില്ല് പാസ്സാകാതെ വരും. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി കിരൺ റിജിജു അറിയിച്ചതുപോലെ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ല് അനായാസം പാസ്സാക്കാൻ സാധിക്കുകയും ചെയ്യും. അത് ഒരു തരത്തിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന തരത്തിലായിരിക്കില്ല എന്നുള്ള ഒരു നിലപാട് അറിയിച്ചിരുന്നു. പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലാണ്. JPC-യിൽ സ്വീകരിച്ച അതേ നിലപാട് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നു. എന്തായാലും നാളെ ഈ ബില്ല് അവതരണ വേളയിൽ 8 മണിക്കൂറിനാണ് ഈ ഒരു അവതരണത്തിനായി സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ 8 മണിക്കൂർ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ചില എതിർപ്പുകളോ അസ്വാരസ്യങ്ങളോ ഉണ്ടായി തങ്ങളെ സഭയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു തന്ത്രം ഇത്തരത്തിൽ ഭരണപക്ഷം സ്വീകരിച്ചാൽ ആ തന്ത്രത്തെ മറുതന്ത്രത്തിലൂടെ അവിടെ നിന്ന് സഭയിൽ തന്നെ തുടരാനുള്ള ഒരു നടപടി സ്വീകരിക്കും. ഒരു കാരണവശാലും ലോക്സഭയിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്ന് എംപിമാർ നിലപാടെടുക്കുന്നു. അത്തരത്തിൽ 8 മണിക്കൂറും പൂർണ്ണമായും ചർച്ചയിൽ പങ്കെടുത്ത് അതിനോട് സഹകരിച്ച് വോട്ടെടുപ്പിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ എംപിമാർ പുറത്തേക്ക് പോവുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വഖഫ് ഭേദഗതി ബില്ലിൽ പൂർണ്ണമായും എതിർക്കാൻ ഇന്ത്യ മുന്നണി സഖ്യം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും വ്യക്തമാണ്. എം.ജി. മിഥുനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി.